ഒരു മിനിറ്റ് സുഹൃത്തെ ഡാൻസ് കളിക്കുന്ന സുഹൃത്തെ മൈ ഗുഡ് നെയിം അവനു സൂളാമണി. സൂര്യല്ല സൂളാമണി. ആ ഡാൻസും പാട്ടും കേൾക്കാനുള്ള ആവേശത്തിൽ കാറിന്റെ താക്കോൽ അകത്ത് വെച്ച് അറിയാതെ ലോക്കായി പോയിന്നെ. കുറച്ചു നേരത്തേക്ക് ബൈക്കും തന്നിരുന്നെങ്കിൽ താക്കോലുണ്ട് ബ്രോ. പക്ഷേ അതെന്റെ അമ്മാവന്റെ മോഡലല്ല ഇപ്പൊ ഉള്ളത്. എടുത്തോണ്ട് വരാൻ പറ്റിയ ബോയ്സ് ആരുമില്ല. അതാ സുഹൃത്തെ നിങ്ങളൊന്ന്. അയ്യോ ഞാനില്ല, പാട്ടിട്ടു. പരിപാടി തുടങ്ങി. ആരും വരും വേണ്ട പോവും വേണ്ട, അവിടെ നിന്ന് തന്നെ തുറക്കാന്നേ. ആദ്യം അവർക്ക് ഫോൺ ചെയ്യേ. അതങ്ങനെ അവിടെ നിന്ന് വിളിച്ചു നിൽക്കാതെ വേഗം വിളിക്ക്. ബേബി മോളെ, ഇവിടെ ഒരു ബ്രോ കുറച്ച് ടെക്നിക്കിന്റെ ആളാന്ന് തോന്നുന്നു കേട്ടോ. കാറ് അവിടെ ഇരുന്നോണ്ട് തുറക്കാന്നാ പുള്ളി പറയുന്നേ. ആരായിട്ടാ വീട്ടിൽ ഇവിടെ നിന്ന് എങ്ങനെ തുറക്കാൻ പറ്റാ? വീഡിയോ കോളിൽ വരാൻ പറ. വീഡിയോ കോളിൽ വരാനാ? പിൻകോഡ് 1040. 2240. ഇവൻ ATM കള്ളം വല്ലതും ആണോ? വന്നു. ഹലോ ബേബി മോളെ, ഒരു മിനിറ്റ്, ഞാൻ ആ ബ്രോയ്ക്ക് കൊടുക്കാം. ബ്രോ ബേബി. എന്റെ പേര് ബേബി അല്ല, ആദിനി. ഞാനാണ് ഇയാള് പറഞ്ഞ വിഡ്ഢി. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെയാ? ഹൗ ടു ഓപ്പൺ ദി ഡോർ? കണ്ടില്ലേ, ബേബി പേടിച്ചു പോവും. താക്കോലില്ലേ അവിടെ? ഫോൺ പിടിച്ചേ. ആ താക്കോൽ എടുത്തിട്ട് ഫോണിന്റെ താഴെ ഇങ്ങനെ പിടിച്ച് ഞെക്കണം. ഞാൻ പറയുമ്പോ ഓക്കെ അല്ലേ? റെഡി. ഇനി ഞെക്കിക്കേ. കറക്റ്റ് ആയിട്ട് അമർത്തു. നല്ല കറക്റ്റ് ആയിട്ട്. കൈ വിടാതെ ഞെക്ക്. ഇപ്പോഴോ? കറക്റ്റ് ആ പോയിന്റിൽ വെച്ച് പ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? അതെ ബ്രോ, ഈ കേസ് വേണം മാറി. ഞാൻ വണ്ടി തള്ളിക്കൊണ്ട് പോകണം. അതെ, ഇവിടെ ഉള്ള ആൾക്ക് മാത്രം വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ നിൽക്കുന്ന ആൾക്കും കുറച്ച് വിവരം വേണം. വിവരമുള്ള വേറെ ആരും ഇല്ല അവിടെ. നീ വീട്ടിൽ തന്നെയാ. ആർക്കടാ വിവരം ഇല്ലാത്തത്? കൊള്ളാം. എങ്ങനെ? ഞാൻ വിഡ്ഢിയല്ലേ? അല്ല, സയന്റിസ്റ്റ്. താനും നല്ല ആക്റ്റീവ് ആണല്ലോ. നിങ്ങൾ നല്ല ആക്റ്റീവാ. അതൊക്കെ എന്നോട് പറഞ്ഞാൽ മതി, അവനോടല്ല. വിട്ടോ സ്ഥലം വിട്ടോ. അപ്പൊ ശരി, പൊക്കോ. ചെന്ന് ഡാൻസ് കളിക്കേ. ഈ സമയത്ത് ആരാണ് വിളിക്കുന്നത്? ഹലോ അമ്മേ. നീ വെള്ളം കുടിച്ചായിരുന്നോ? എന്നിട്ട് മൂത്രം ഒഴിച്ചോ? അയ്യോ അമ്മ, ഒന്ന് ചുമ്മാതിരിക്കമ്മേ. വെള്ളം നിറയെ കുടിക്കണേ, അപ്പോഴേ കിഡ്നിയിലെ കല്ല് അലിഞ്ഞു പോകുള്ളൂ. അമ്മേ, അതൊക്കെ അലിഞ്ഞു പോയിട്ട് 6 മാസമായില്ലേ? എടാ, നീ ഡാൻസിന് പാട്ടിന് പോയ കാര്യമുണ്ടല്ലോ, അച്ഛനെ അറിഞ്ഞടാ മോനെ. ക്യാമറ പരിശോധിച്ച് കയ്യോടെ പിടിച്ചടാ. ഇന്ന് അച്ഛന്റെ മുന്നിൽ പെടല്ലേ? നിന്നോട് ഞാനേ ക്യാമറ കാണാതെ ഒരു മൂല ചേർന്നെന്ന് സംസാരിക്കുക. ഇത് അച്ഛൻ കണ്ടുപിടിച്ചടാ. മുന്നിൽ ചാടല്ലേ? എന്തിനാ ഈ ഉരുണ്ടുകളി? പരിപാടിക്ക് എത്താൻ വൈകിയോ? അതാച്ചാ ഒരു 5-6 പാട്ട് കഴിഞ്ഞാ. ആദ്യത്തെ 2 പാട്ട് കണ്ടിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നു. ഒരുമാതിരി അഴിഞ്ഞാട്ടോ. നീ കൂടുതൽ നേരം കാണണ്ട. വന്നേക്കെ. ശരി അച്ഛാ. ഇറ്റ്സ് ഓക്കേടാ. അങ്കിൾ, ഇത്രയും നേരം ഉറങ്ങാതെ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? എങ്ങനെ ഉറക്കം വരും മോനെ? ഡ്രൈവറിന്റെ കൂടെ ഓടിപ്പോയവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നിനക്കെന്ത് കുറവ് വരുത്തിയാ ഞാൻ വളർത്തിയെന്ന് ചോദിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ച് എനിക്ക് കൊല്ലണം മോനെ. സോറി മോനെ. അങ്കിൾ പ്ലീസ്. വളർമതിയുടെ ആത്മഹത്യക്ക് ശേഷം 2 വർഷമായിട്ട് സ്ത്രീകളുടെ ഉത്സവം നടത്തിയിട്ടില്ല. വടക്കേക്കരക്കാരുടെ പ്രശ്നത്തില് ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് മറ്റു കരയിലേക്ക് കെട്ടിച്ചുവിട്ട പെണ്ണുങ്ങൾ ചോദിക്കില്ലേ? നമ്മുടെ നാട്ടിലെ പെൺകുട്ടിക്ക് സംഭവിച്ചത് നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന കേക്ക് മിനിസ്റ്ററെ. അവനോട് അതെ ഞാൻ തന്നെ അവളെ കൊന്നെന്ന് തുറന്ന് പറയാൻ പറ. ഞങ്ങൾ അവന് ശിക്ഷയൊന്നും വാങ്ങിക്കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കരയിൽ നടന്ന സത്യം തുറന്നു പറയണം, അത്ര തന്നെ. ചെയ്യാത്ത തെറ്റ് കരക്കാർക്ക് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അപ്പൊ ഇതിനൊരു അവസാനം? ഇതൊക്കെ എന്തിനാ അവരോട് ചോദിക്കുന്നേ?
ഇനി ഈ കരയിലേക്ക് നമ്മൾ പെൺകുട്ടികളെ കൊടുക്കരുത്. അയ്യോ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. ഇനി തെക്കേ കരയെന്നേ ഒരൊറ്റ ഓട്ടം കിട്ടുമെന്ന് വിചാരിക്കില്ല. എന്താ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്? മുതിർന്നവർ സംസാരിക്കുന്നതിനിടയ്ക്ക് നിനക്കെന്താ കാര്യം? കണ്ണബ്ര, ചിറ്റപ്പ ഈ വിഷയം പറഞ്ഞാലും തീരുന്ന കാര്യമല്ല. നിനക്ക് ഉമാരെല്ലാം പൊക്കി അകത്തിടാൻ പറ്റൂല്ലയോ? അത് പറ. നമ്മളെ കൊണ്ട് കഴിയാത്തത് എന്താണ് ചിറ്റപ്പ ഉള്ളത്? പിന്നെന്താ? എന്നാ അങ്ങനെ നടക്കട്ടെ. നിയമപ്രകാരം ഉത്സവം നടക്കണം. അതിനെന്താ ഒരു വഴി മോനെ? നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പാരമ്പര്യമായി എന്തിനാണ് ഈ ഉത്സവം നടത്തുന്നതെന്ന് കലക്ടറോട് പോയി വിവരിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാ വർഷത്തെയും പോലെ അടുത്ത കരക്കാർക്ക് തേരും നമ്മൾ വലിച്ചു കൊണ്ടു കൊടുക്കുന്ന പരിപാടി ഈ വർഷം നടക്കില്ലെന്ന് പറഞ്ഞേക്കാം. ശിവനെ തരാൻ പറ്റില്ല എന്ന് നമുക്ക് അവരോട് പറയാം. അവിടെ അവതാരത്തെ ശക്തിയെ തരാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഉത്സവം നടത്തുന്നത് അവർ മകളെയും മരുമകനെയും ആദരിക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ മകളും മരുമകനും ശിവനും ശക്തിയാ. അവര് സമ്മതിക്കുമോ? വിട്ടുതരാൻ പറ്റില്ലെന്ന് തന്നെ പറയാം. എടാ മോനെ, നിങ്ങളുടെ നാട് എങ്ങനെയും ജയിക്കണം. ഞാൻ പോവാ. അച്ഛൻ വന്നില്ലേ? അച്ഛൻ വരാന്ന് പറഞ്ഞു. അതെയോ? എന്നാ വരട്ടെ. എന്റെ അമ്മേ, ഈ കൈ തന്നെയല്ലേ ഉള്ളേ? അതിവിടെ വെച്ച് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണ്ട അമ്മേ. എടി ആദിനി, ഇത് അമർത്തി തുറക്കുന്ന താക്കോലല്ല, സാധാരണ താക്കോല. അവിടെ വെക്കേ. എടി, ഇത് ചാർജ് ചെയ്യുന്ന പിന്നെ പോലെ ഉണ്ടെടി. ഹലോ, ഇയാൾ എന്താ ചെയ്യുന്നേ? എന്ത് വേണം? വണ്ടിയുടെ കീ കളഞ്ഞുപോയി. ഇനിയൊരു കീ വീട്ടിലിരിക്കുക. അതാ ഞങ്ങൾ 4G മൂലം തുറക്കാൻ ട്രൈ ചെയ്യുന്നത്. ഓഹോ, ഇങ്ങനെ തുറക്കാന്ന് ഏത് വീഡിയോ തന്നോട് പറഞ്ഞേ? ഞങ്ങളൊക്കെ 4 വീലർ തുറന്ന ആൾക്കാരാ, ഇത് വെറും 2 വീലർ. ഇതൊക്കെ ഏതവന്റെ ഐഡിയ ആണാവോ? ഈശ്വര. ഡവിറ്റി, നീ തുറന്നില്ലേ? എന്തോ ഞങ്ങൾ ആരാന്ന് പോലും അറിയാത്ത രീതിയിൽ നിന്ന് കുണുങ്ങി ജാട കാണിച്ചല്ലോ. എല്ലായിടത്തും അറിയാവുന്ന പറഞ്ഞ് കുണുങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അന്ന് ഫോണില് ഫേസ് ക്ലിയർ ആയിട്ട് കണ്ടില്ല. ഇതൊന്നും അങ്ങനെ തുറക്കാൻ കഴിയില്ല. അതും 2 വീലർ ഇങ്ങനെ ഒരിക്കലും തുറക്കാൻ കഴിയില്ല. ഈ വാട്സാപ്പിൽ വരുന്ന റൂമർ വലുതാക്കും പോലെ വലുതാക്കാൻ നോക്കരുത്. അതെ, കാറിൽ സെൻസർ വെച്ചിട്ടില്ലേ? ഈ 2 വീലറിന് സെൻസർ ഉണ്ടോ? അപ്പോ ഇനി ഇത് എങ്ങനെ തുറക്കുന്നേ? കോഡ് 0810. 2010 ആടാ. എന്താ ഇത്? അയ്യോ, എന്തിനാ തൊടിച്ചേ? എന്റെ അമ്മ എന്നെ കൊല്ലും. എന്റെ വച്ചേ നിനക്ക് വീട്ടിൽ പോണ്ടേ? സമയായില്ലേ? 0908. ഇത് 2108 ആടാ. ഒന്നുമില്ലാതെ ഒരു കട്ടിങ്ങും ഒരു ഒട്ടീരും. അയ്യോ എന്റെ ദൈവമേ. ഇപ്പൊ അത്രേ ഉള്ളൂ. സൈഡിലൊക്കെ പൊട്ടിച്ചു, വയറിന്റെ കണക്ഷൻ കളഞ്ഞു. എന്റെ അമ്മയോട് ഞാൻ ഇനി എന്ത് ഇയാൾക്ക് പറയും? വീട്ടിൽ പോണ്ടേ? ആദിനി, എന്താ എന്തെങ്കിലും പ്രശ്നമാണോ? ഒന്നുമില്ല, അവര് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. അത് ബോഡി ഗാർഡാണ്. അത് പ്രേമോ? പ്രേമോ? ഏയ്, ചുമ്മാ ഇരിക്കടി. അവനാ അങ്ങനൊക്കെ? അവന് അല്ലേ? നിന്നോട് ആരെന്തൊക്കെ പറയാൻ പറഞ്ഞേ? എടി പോത്തെ കാലത്തെ. അപ്പൊ റെഡി, വണ്ടി റെഡി. എന്നാ വിട്ടോ. ആ വണ്ടി എടുക്ക്. കേറിയോടി. ഒന്ന് പോവട്ടെ. താങ്ക്സ് ഒന്നുമില്ലേ? നിങ്ങളാ ആദ്യം സോറി പറയേണ്ടത്. ഓക്കെ, സോറി. ഒരു സോറി പറഞ്ഞാ മതിയോ? വെരി 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 സോറി. എന്റെ പൊന്നെ, വേറെ ഒരു പണിയില്ലേ? എന്റെ കൊച്ചൻ നീ പോവാൻ നോക്ക്. പോ പോ പോ. Okay, bro. വിട്ടോ. നേരത്തെ വീട്ടിലെത്താൻ നോക്ക്. വാടാ മക്കളെ. സുഖല്ലേ വല്യമ്മേ? സുഖം തന്നെ. ഉത്സവമാണ്. നേരത്തെ എത്തിയേക്കണം. മോനെ, തീർച്ചയായിട്ടും വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. 80 വയസ്സ് കഴിഞ്ഞെനിക്ക്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 16 വർഷം കഴിഞ്ഞു. കെട്ടിച്ചു വിട്ട ശേഷം ജനിച്ച മണ്ണി ക്ഷണിച്ചു മര്യാദ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലേ ഉള്ളൂ. വടക്കേക്കരക്കാര് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ആരോ പറയുന്നത് കേട്ടു. ഒന്ന് നോക്കിയും കണ്ടും ചെയ്യേ. എല്ലാരും ഉത്സവത്തിന് മറക്കാതെ പറഞ്ഞു കേട്ടോ. രണ്ടാമത്തെ മോക്ക് എപ്പോഴാ കല്യാണം? ഉത്സവം കഴിഞ്ഞാൽ ഉടനെ നടത്തണം, അത്ര തന്നെ. ആദിനി, ഇന്നലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നില്ലായിരുന്നോ? അവൻ വണ്ടിക്കകത്ത് വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ട് പോയടി. വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്യണം തന്നെയല്ല അതിനർത്ഥം. അവൻ നമ്മൾ ഏത് കാറ്റഗറിയിലാ കണ്ടിരിക്കുന്ന ആദ്യം അറിയണം. ഇതെന്താ കിട്ടുന്നില്ലല്ലോ?
നോക്കടി ദേ ഇതിൽ 9 നമ്പറേ ഉള്ളന്നേ. ഒരു നമ്പർ കുറവാ നോക്ക്. 1 2 3 4 5 അതെല്ലോ. ലാസ്റ്റ് നമ്പറിന് എന്താ 0 മുതൽ 9 വരെയുള്ള ഇതിലായിരിക്കും. അത്രല്ലേ ഉള്ളൂ. ഹലോ, കണ്ണുപീരാനാണോ ഇത്? ജിന്ന, മുഹമ്മദ് അലി ജിന്ന. പറഞ്ഞോളുക. ഈശ്വരാ, ഞാൻ മുത്താത്തയാ, നീ ആരാ? അല്ല അതിനി നീ എന്തിനാ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നേ? പിന്നെ എന്നുവെച്ചാല് വലിയ മുരുകസ്വാമി അല്ലേ? ഹലോ, കണ്ണുപീരാനാണോ? ആ പറയൂ, ഞാൻ കണ്ണപ്പിരാന്റെ അച്ഛനാ സംസാരിക്കുന്നേ. അച്ഛൻ ഷെടാ, കണ്ണുപീരാനല്ലേ? ആ, ഞാൻ അവന്റെ അമ്മയാ സംസാരിക്കുന്നേ. നിങ്ങളാരാ? ക്ലൈന്റ് ആണോ? അമ്മ. കള്ളാ, ആരാടാ ഇത്? എന്തൊക്കെയോ ചീഞ്ഞ നാറുന്നുണ്ട്. എല്ലാവരും ഉത്സവത്തിന് വരണം കേട്ടോ. കേട്ടോ. ആ, മറക്കാതെ വരണേ. ഹലോ, AR കണ്ണബിരാൻ, MA BL, ക്രിമിനൽ ലോയറാണ്. ക്രിമിനലുകൾക്ക് ലോയർ. നിങ്ങളാരാ? നിങ്ങൾ എന്തിനാ എന്റെ സ്കൂട്ടറിൽ വിസിറ്റിംഗ് കാർഡ് ഇട്ടിട്ട് പോയേ? അല്ല, മേഡമാരാണോ? ഇന്നലെ രാത്രിയില് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഇന്നലെ രാത്രി ഞാൻ ഒരു 2-3 പെൺകുട്ടികളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഓഹോ, പെൺകുട്ടികളെ സഹായിക്കുന്നതാണോ അപ്പൊ സാറിന്റെ ഹോബി? ഓ, വിവേകാനന്ദൻ സ്ട്രീറ്റിലെ ആളാണല്ലേ. എന്തൊക്കെയുണ്ട്? ഹലോ ഹലോ, എന്നെയാ നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് കണ്ടത്. ആദിനി. ഹോട്ടലിന്റെ പുറത്ത് വെച്ചല്ലേ? ആ, ഓടിച്ച പെണ്ണാണോ പുറകിരുന്ന പെണ്ണാണോ? ഞാൻ പുറകെ ഇരുന്ന പെണ്ണ് തന്നെയാ. സോറി കേട്ടോ, ഞാൻ ആ ഓടിച്ചിരുന്ന പെണ്ണ കാർഡ് കൊടുത്തേ. ആ കുട്ടിക്ക് ഫോൺ കൊടുത്തേ. എന്തിനാ വിസിറ്റിംഗ് കാർഡ് വെച്ചത്? അതെ, വണ്ടി വീണ്ടും കംപ്ലൈന്റ് ആയ തിരിച്ചു വിളിക്കാനാ കാർഡ് വെച്ചേ. ഉടനെ തന്നെ ക്യാരക്ടർ മോശമാണെന്ന് ഇയാളങ്ങ് സംശയിച്ചല്ലേ? അതെങ്ങനെ 9 നമ്പർ തന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെ? എന്റെ ഫ്രണ്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ട്രൈ ചെയ്തെന്നറിയോ? ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നായിരുന്നോ? അല്ല, ഇയാൾ വണ്ടി ഓടിച്ച ആളാണോ പുറകിലിരുന്ന ആളാണോ? ഞാൻ ഓടിച്ച ആളാ. സോറി സിസ്റ്റർ, ഞാൻ പുറകിലിരുന്ന പെൺകുട്ടിയോട് സംസാരിക്കാനാ കാർഡ് വെച്ചു. ഫോൺ അയാളുടെ അടുത്തുനിന്ന് കൊടുത്തേ. സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതെ, എന്റെ ലൗഡ് സ്പീക്കറെ, എനിക്കെന്തോ നിന്നോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഫോണിൽ സംസാരിക്കുന്നോണ്ടല്ലേ ഇത്ര ധൈര്യമായിട്ട് സംസാരിക്കുന്നത്. എന്താ നേരിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാലോ. എവിടെ വരണം, എപ്പോ വരണം എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോഴേ ഞാൻ സംസാരിച്ചോളാം. ഒന്ന് വേഗമാകട്ടെ. നിങ്ങളുടെ നാട്ടിലുണ്ട് ഞാൻ. സ്ത്രീകളുടെ ഉത്സവത്തിന് ക്ഷണിക്കാൻ വന്നിരിക്കുക. ഇയാളുടെ അമ്മ ഞങ്ങളുടെ നാട്ടുകാരിയല്ലേ. ഞാൻ വീട്ടിലേക്ക് വരട്ടെ? വീട്ടിലേക്കോ? ആ, എന്റെ വീട്ടിലേക്ക് വരാന്ന് പാടി. എല്ലാരും വരണം. ആ, തീർച്ചയായും വരാം. ഇരിക്കൂ, സംസാരിച്ചോണ്ടിരിക്കൂ. ഇതാ വരുന്നു. പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ഉണ്ടല്ലോ. ഇരിക്കാം, ആവാം. അതെ, പെണ്ണെവിടെ? ഏതെങ്കിലും ഒരു തൂണിന് മറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഹായ്. കരക്കാരെല്ലാം പറയുന്ന ഉത്സവം നടക്കില്ലെന്ന്. നിങ്ങളാണെങ്കിൽ ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. ഉത്സവം നടന്നാ വരാം. കൊച്ച് മുരുകന്റെ ഭക്തയല്ലേ? അതാ വീട് മുഴുവനും മുരുകന്റെ പടം വെച്ചിരിക്കുന്നത്. താങ്ക് യു അമ്മേ. ഓ, ഇതാണല്ലേ അപ്പൊ ക്ലയന്റ്. കണ്ണാ, എന്താച്ചാ? വടക്കേക്കര മുരുകന്റെ അമ്പലത്തിലെ കുംഭാഭിഷേകത്തിന്റെ അന്ന് ആ പെങ്കൊച്ചിനെ പൊക്കാൻ വേണ്ടി എന്തോ പ്ലാനൊക്കെ ഉണ്ടെന്ന് പറയണ കേട്ടല്ലോ. അയ്യോ അച്ഛാ, ഇതൊരു പുതിയ അറിവാണല്ലോ. അങ്ങനെ പ്ലാനൊന്നും ഇല്ലെന്നാ? സത്യമായിട്ടും ഇല്ല. ഞങ്ങള് പ്ലാനിട്ട് പൊക്ക തീരുമാനിച്ചു. അച്ഛാ, അതൊന്നും വേണ്ട. എങ്കിലാ പെണ്ണെ മറന്നേക്ക് മോനെ. അമ്മേ, ഇറ്റ്സ് ഓക്കേടാ. എന്നാ കുടിക്കാം. ഇരിക്കടാ മോനെ. ലവ് ഫെയിലിയറിനേക്കാൾ നമ്മൾ സ്നേഹിച്ച പെണ്ണ് വേറൊരു വീട്ടിൽ ചെന്ന് കഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴൊരു വേദനയുണ്ടല്ലോ, അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. തട്ടി തെറിപ്പിച്ച് പൊക്കി കൊണ്ടുവരാടാ. വക്കീലിന്റെ പണി കാണിച്ചെന്ന് പറയാച്ചാ. എന്തായാലും സൗകര്യമുള്ളിടത്തേക്കാ പോകുന്നേ. പോയിക്കോട്ടെ. അതൊരു സൗകര്യം കൂടിയ ചെളിക്കുഴിയാ.
അമ്മാവനൊരു സഹായം ചെയ്യണം. എന്ത്? ആദിനിയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കുംഭാഭിഷേകത്തിന്റെ അന്ന് മോളെ കുറച്ചു പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ പോവാണ്, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞെന്ന് അമ്മാവൻ അവരോട് പറയണം. മനസ്സിലായോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ പെൺകുട്ടിയെ പൊക്കാൻ പറയുന്നു, നിന്റെ അമ്മ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. നീയാണെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്ന അവിടെ ചെന്ന് പറയാ എന്നോട് പറയുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്ലാൻ എന്താ? അല്ലെങ്കിൽ അച്ഛന് ചീത്തപ്പേരുണ്ടാവില്ലേ? അത് ശരി. നേരത്തെ പറഞ്ഞു എന്ന് പറയാലോ നമുക്ക്. പുറത്തറിഞ്ഞ അത് കുളവാകില്ലേ? അപ്പോഴല്ലേ ഓർഡിനറി ആയത് എക്സ്ട്രോർഡിനറി ആയി മാറത്തുള്ളൂ. കണ്ണപിരാൻ ഇങ്ങനത്തെ വെല്ലുവിളിയാണ് ഇഷ്ടം. നീ വെല്ലുവിളിക്കുമ്പോ എനിക്ക് തലേ ഉറ്റുവാ. എന്താ പോണ്ടെന്ന് പറയാനാണ്? താൻ തനിച്ചു പോണ്ടോ? ഞാൻ കൂടി വന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവില്ലേ? അതെ, ലേഡീസിന്റെ സൈഡിൽ നിന്ന് ഒരാളൂടി വന്നാ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നേ. കേസ് തള്ളിപ്പോവും. മമ്മി ഓഫ് ദ ലോയർ. കം ഓൺ ഡാർലിംഗ്. ഇറ്റ്സ് ഓക്കേടാ. റിയലി? യു ടു? എന്താ സഹോദര, സുഖം തന്നെ അല്ലേ? താൻ എന്ന് ഈ വീട്ടിൽ വന്നോ അന്ന് തൊട്ട് ഇവിടെ കാപ്പി ഇടുന്നതുമില്ല, കാപ്പി കുടിക്കുന്നതുമില്ല. താൻ വെക്കൂ. അയ്യോ, നിങ്ങളുടെ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇവിടെ ഇപ്പൊ ഒരു കുഴപ്പമില്ല. താൻ വന്ന വഴി തിരിച്ചു വെക്കൂ. ലവ് മാരേജ് അറേഞ്ച് മാരേജ് ആക്കാൻ നോക്കിയത് ഞങ്ങൾ അറിയില്ലെന്ന് കരുതി. ഇവിടെ നിൽക്കട്ടെ. വടക്കേക്കര മുരുകന്റെ ആ കുംഭാഭിഷേകം ചരിത്രമൊക്കെ ഞങ്ങൾക്ക് അറിയാം. 3000 രൂപ അടച്ച് 501 രൂപയല്ലേ? അതേടി, ഞാനേ നിനക്കും ചേർത്ത് 3002 അമ്പലത്തിൽ അടിച്ച് രസീതും വാങ്ങിച്ചു. പൊയ്ക്കോണോ ഇവിടുന്ന്. അയ്യോ നിക്ക്. കുംഭാഭിഷേകത്തിന്റെ അന്ന് നിങ്ങളുടെ മോളെ പൊക്കാന്ന് നമ്മുടെ പിള്ളേർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞേ? അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നേ ഉള്ളൂ. കുംഭാഭിഷേകത്തിന് വരല്ലേ? എന്നോട് വരണ്ടെന്ന് പറയാൻ നിങ്ങളൊക്കെ ആരാ? ഇത് വടക്കേക്കരക്കാർക്ക് ബന്ധപ്പെട്ട അമ്പലോ? ഞങ്ങളുടെ കുംഭാഭിഷേകോ? ഞാൻ വരും, എന്റെ മോളോടൊപ്പം വരും. കുടുംബത്തോട് വന്ന് ഉത്സവം കൂടിയിട്ട് തീർത്ഥമെല്ലാം വാങ്ങി തലയിലും തളിച്ച് ഉത്സവത്തിന് അമ്പലത്തിൽ തരുന്ന അന്നദാനവും കഴിച്ചിട്ട് ഞങ്ങൾ വരും. മതിയോ? പൊന്നു സഹോദര, നോക്കേ, നീ അന്നദാനം കഴിക്കുന്നോളാ എന്ന് പറഞ്ഞ് മോളെ ദാനം കൊടുത്തേക്കാ. സപ്പോസ് എന്റെ മോൻ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയാ വീട്ടിൽ കയറി വരുന്ന മരുമോളോട് കേറില്ലെന്ന് ഞാൻ പറയാൻ പാടില്ല. എന്റെ കണ്ണമോൻ ബുദ്ധിമുട്ടി അവളെങ്ങാനും പൊക്കിയെന്ന് വെച്ചോ, പിന്നെ പൊളിയായിരിക്കുന്നേ.